ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിസ്റ്റേഴ്സ് ഇൻ വണ്ടർലാൻഡ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ശംഖുമുഖം ബീച്ചിലെ രാവിലത്തെയും വൈകിട്ടത്തെയും കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് രാവിലത്തെ കാഴ്ചകളാണ്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ വൈകിട്ടത്തെ കാഴ്ചകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ശംഖുമുഖം ബീച്ച് ട്രിവാൻഡ്രത്തുള്ളൊരു ബീച്ചാണ്. കോവളം പോലെയുള്ളൊരു ബീച്ച് തന്നെയാണ്. എല്ലാവർക്കും കോവളം ബീച്ച് അറിയാമെങ്കിലും ശംഖുമുഖം ബീച്ച് വലിയതായിട്ട് ആർക്കും അറിയില്ല കേട്ടോ. ശംഖുമുഖം ബീച്ചിൽ നിന്ന് തമ്പാനൂർ പോകാൻ 7 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാനും ശംഖുമുഖത്ത് നിന്ന് വെറും 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതായത് 10 മിനിറ്റ്സ് മാത്രമേ എയർപോർട്ടിലേക്കും തമ്പാനൂരിലോട്ട് പോകാനും എടുക്കുള്ളൂ. അതുപോലെ തന്നെ ശംഖുമുഖത്തിൻ്റെ അടുത്താണ് മോൾ ഓഫ് ട്രാവൻകൂറും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് മോൾ ഓഫ് ട്രാവൻകൂറിലൊക്കെ പോയിട്ട് ശംഖുമുഖത്ത് വന്ന് അടിച്ച് പൊളിക്കാവുന്നതാണ്. അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ. ഇവിടെ അടുത്തായിട്ട് പാർക്കുകളുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് കോഫി ഹൗസ് ഈ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഈ ബീച്ചിൽ ഞങ്ങൾ കളിക്കുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഓൾഡ് കോഫി ഹൗസ്. നമുക്ക് അവിടെ പോയി ടീയും ഒക്കെ കുടിക്കാവുന്നതാണ്. അവിടെ ഫുഡും ഉണ്ട് കേട്ടോ. അതുപോലെ ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ് വെട്ടുകാട് ചർച്ച്. ആ ചർച്ചും ഈ ബീച്ചിൻ്റെ അടുത്താണ്. അതുപോലെ തന്നെ വേളി ടൂറിസ്റ്റ് ഹോം ഉണ്ട്. അതും ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. ബീച്ചിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഒരു ഹോട്ടലുണ്ട്. ശംഖുമുഖം ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. ബീച്ചിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ ഹോട്ടലിലോട്ട്. ഉദയ സൂട്ട്സ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. പിന്നെ അവിടെ സ്റ്റാച്യൂസ് ഉണ്ട്, കൽമണ്ഡപമുണ്ട്. അവിടുത്തെ സാൻഡ് എന്ന് പറഞ്ഞാൽ വൈറ്റ് സാൻഡാണ് കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ ബീച്ചസും അറേബ്യൻ സീയിലെ വാട്ടറാണ് കേട്ടോ. ഞങ്ങൾ പോയത് ഒരു 6:30 സമയത്തായിരുന്നു രാവിലെ. അടിപൊളിയായിട്ട് ഞങ്ങൾ കളിക്കാൻ പറ്റി. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നൈറ്റ് അങ്ങനെയല്ല, ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. രാവിലെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് നേരം കളിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുവച്ച് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പോയ സമയത്തുള്ളതിനെക്കാട്ടും തിര ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടി കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ട്രിവാൻഡ്രം എയർപോർട്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളി ബീച്ചാണ്. ഇനി നമുക്ക് നൈറ്റ് വിഷ്വൽസ് കാണാം. അതിനു മുമ്പ് ഞങ്ങൾ കളിച്ച ചെറിയൊരു ഡാൻസ് കണ്ടു. കേട്ടോ, ഞങ്ങൾ ഒരുപാട് ഫോട്ടോ എടുത്തായിരുന്നു രാവിലെ പോയിട്ട്. അത് ഞാൻ എൻഡിൽ കുറച്ച് കൊടുക്കാം. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. രാത്രിയിൽ അവിടെ ഒരു അടിപൊളി സംഭവമാണ്. രാവിലെ ഇല്ലാത്തതിനെക്കാട്ടും ഒരുപാട് നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. രാത്രി നിങ്ങൾ പോവുകയാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല രാത്രിയാണെങ്കിൽ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് കടയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കീ ചെയിൻസ് ആണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾ കുറച്ച് BTSൻ്റെ കുറച്ച് കീ ചെയിൻസ് ആയിരുന്നു വാങ്ങിച്ചത്. നിങ്ങൾക്ക് എപ്പോൾ വേണേലും പോകാൻ. വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ മോർണിംഗ് പോകണം കേട്ടോ, നൈറ്റ് പറ്റില്ല കേട്ടോ. ശംഖുമുഖം ബീച്ചൊക്കെ ഫ്ലഡ് വന്നതായിരുന്നു, പക്ഷെ അവരിപ്പോൾ ശരിയാക്കിയിട്ടുണ്ട്. നമുക്കവിടെ സാൻഡിൽ വേണമെങ്കിൽ അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ വേറെയും സ്ഥലമുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ഒരുപാട് നേരം രാത്രി സ്പെൻഡ് ചെയ്തു. രാത്രി അവിടെ ഒരു ഫെസ്റ്റിവൽ പോലെയാണ് കേട്ടോ. നമുക്കവിടെ ലൈറ്റ്സും അതുപോലെ തന്നെ ഒരുപാട് തിരക്കും. അതുപോലെ അവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. നമുക്ക് പൈസ കൊടുത്താൽ ഹോഴ്സ് റൈഡിങ് ചെയ്യാൻ പറ്റും. ഒരു റൗണ്ട് എങ്ങാണ്ടാണ്. എനിക്ക് എൻ്റെ റേറ്റ് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പോൾ പോയില്ല. അതുപോലെ തന്നെ അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. നമുക്ക് അവിടെ പോയാൽ പാർക്ക് ചെയ്യാനൊക്കെ പറ്റും. കാർ പാർക്കിംഗ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ കിഴക്കേക്കോട്ടയിൽ നിന്ന് ബസ് നമുക്ക് ഇവിടേക്ക് കിട്ടും കേട്ടോ. എപ്പോഴും ബസ്സുണ്ട് കിഴക്കേക്കോട്ട നിന്ന് ശംഖുമുഖം ബീച്ചിലോട്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കളിക്കുന്നൊരു സംഭവം വാങ്ങിച്ചു കേട്ടോ. നൈറ്റ് നല്ല രസമാണ് ഇതിട്ട് കളിക്കാൻ. ഞങ്ങൾ പണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു, അത് പൊട്ടി. പിന്നെയും വാങ്ങിച്ചു, അതും പൊട്ടി. മൂന്നാമത് വാങ്ങിച്ച ലൈറ്റാണ് കേട്ടോ ഇത്. ഇത് അടിപൊളിയായിരുന്നു. അത് 60 റുപ്പീസ് എങ്ങാണ്ടായിരുന്നു. ഞങ്ങൾ ചെറിയൊരു പാട്ടുണ്ടാക്കി, അത് നിങ്ങൾ കേട്ട് നോക്കും. കടൽ വെള്ളം മധുരമാക്കാം, കരയാതെ ഉള്ളിയെരിയ നിനക്കായി
നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. ഞങ്ങൾ പോപ്സ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഒരുപാട് നേരം കളിച്ചു. എന്തായാലും അടിപൊളി ഒരു പ്ലേസാണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരിക. നിങ്ങൾ വന്നാൽ ഉറപ്പായിട്ടും ഒരുപാട് പ്രാവശ്യം വരും കേട്ടോ. ഞങ്ങൾ രാവിലെ പോയപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇന്ന് കുഞ്ഞൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബോട്ടിലാട്ടൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളെടുത്ത കുറച്ച് പിക്ചേഴ്സാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.